Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marine Hospital, Pala. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്ഥിരം ഏരിയ തന്നെയാണ് തൈറോയ്ഡ് എന്ന് പറയുന്നത്, തൈറോയ്ഡ് പ്രോബ്ലംസ്. ഈ തൈറോയ്ഡ് പ്രോബ്ലംസിൽ അത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. പക്ഷേ പല ആളുകളിലും ഈ ഹൈപ്പോതൈറോയിഡിസം വരുന്നത് ഈ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നങ്ങൾ തുടങ്ങി കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ്. അപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യുന്നത് നമ്മുടെ കോമൺ ആയിട്ടുള്ള തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് തന്നെയാണ്. പക്ഷേ അത് എപ്പോഴും നോർമലായിട്ട് തന്നെ ഇരിക്കും. പക്ഷേ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതങ്ങനെ ഒരു സുപ്രഭാതം വരുമ്പോൾ ആ TSH ലെവലിൽ വേരിയേഷൻ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളോട് പറയും, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഹൈപ്പോതൈറോയിഡിസമാണ്, അതിന് നമ്മൾ ഹോർമോൺ മെഡിസിൻ എടുക്കണമെന്ന് പറയും. അന്നേരം തൊട്ടാണ് നമ്മൾ പൊതുവേ ഈ ഹോർമോൺ മെഡിസിൻ എടുക്കുന്നത്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഭൂരിഭാഗം ആളുകളിൽ ഇപ്പോൾ 100 പേര് വന്നു കഴിഞ്ഞാൽ ഒരു 30% ആളുകൾക്ക് അറിയാം അവർ ഓൾറെഡി തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്നവരാണ്. അവർക്ക് തന്നെ അറിയാം തൈറോയ്ഡ് പ്രശ്നം ഉണ്ടെന്നുള്ളത്. പിന്നെ നമ്മൾ അവർക്ക് തൈറോയ്ഡ് പ്രശ്നമില്ല, പക്ഷേ പല പ്രശ്നങ്ങൾക്കായിട്ട് വരുമ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ആൻറ്റിബോഡീസൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഹൈ ആയിരിക്കും. അപ്പം ഒരു 40% ആൾക്കാർക്ക് പിന്നെയാണ് അറിയുന്നത് എൻ്റെ ഇത്രയും നാളത്തെ പ്രശ്നം ഈ ആൻറ്റിബോഡീസിൻ്റെ കാരണം കൊണ്ടാണ്, തൈറോയിഡൈറ്റിസ് ആണ് എൻ്റെ മെയിൻ പ്രശ്നം എന്നുള്ളത്. അങ്ങനെ മനസ്സിലായി വരുമ്പോഴാണ് ഇപ്പോൾ ഒരു 100 പേര് വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 70% ആളുകളുടെയും പ്രശ്നം തൈറോയ്ഡ് പ്രശ്നം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിലും നമ്മുടെ പരിചയമുള്ള ആളുകളിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ആയിട്ട് പല ആളുകളും തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്നവർ കാണും. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ തൈറോയിഡിന് മെഡിസിൻ എടുത്താലും ഇവരുടെ മുടി കൊഴിച്ചിൽ മാറില്ല, വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും, ടെൻഷൻ ലെവൽ കൂടും, അതേപോലെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങും, അലർജി പ്രശ്നങ്ങളുണ്ടാകും, പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റീസ് ഉണ്ടാകും, ഫാറ്റ് ലിവർ, ബ്രസ്റ്റ് ട്യൂമേഴ്സ്, തൈറോയ്ഡ് നോഡ്യൂൾസ്, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് വളരെ കോമൺ ആയിട്ട് ഉണ്ടാകും. പക്ഷേ അവരുടെ എടുക്കുന്നത് കൊണ്ട് അവരുടെ തൈറോയ്ഡ് നോർമലായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറയാം. ഒരു 4-5 പോയിൻറ്റ്സാണ് എന്താണ് കോമൺ ആയിട്ട് ഈ തൈറോയിഡ് മെഡിസിൻ എടുക്കുന്ന ആളുകൾ ചെയ്യുന്ന കോമൺ മിസ്റ്റേക്ക്. അതുകൊണ്ടാണ് അവർക്ക് പ്രോപ്പറായിട്ട് ആ റിസൾട്ട് കിട്ടാത്തത്. അപ്പോൾ ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് നമ്മൾ പറയുന്നത്, എപ്പോഴും ഈ തൈറോയ്ഡ് ബുദ്ധിമുട്ടുള്ള ആളുകളുടെ ശ്രദ്ധിച്ചാൽ മതി, അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ചാണ് കഴിക്കുന്നത്. അവർ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും. ജിമ്മിൽ പോകും, ആറോബിക്സ് ചെയ്യും, ട്രെഡ്മിൽ രീതികൾ ചെയ്യും, പട്ടിണി കിടക്കും, അല്ലെങ്കിൽ വളരെ ആപ്പിളും ഓറഞ്ചും ഒക്കെ കഴിച്ചുകൊണ്ട് ജീവിക്കും, ചിലപ്പോൾ വെള്ളം മാത്രം കുടിക്കും, ചിലപ്പോൾ പട്ടിണി കിടക്കും. അങ്ങനെ പല രീതിയിൽ ചെയ്താലും ഇവരുടെ വെയിറ്റ് കുറയത്തില്ല. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് തൈറോയ്ഡ് പ്രശ്നമുള്ളവരിൽ വരുന്നതാണ്. അവിടെ വരുന്ന മെയിനായിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും ഈ ലോ കാലറി ഡയറ്റ് പോകാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് പോവുക, ചിലപ്പോൾ ഒരു ദിവസം മൊത്തം കഴിക്കത്തില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ഒരു നേരം കഴിക്കാതിരിക്കുക, ബാക്കിയുള്ള സമയങ്ങളിൽ വളരെ എന്തെങ്കിലും ജ്യൂസോ അല്ലെന്നുണ്ടെങ്കിൽ പഴങ്ങളോ അല്ലെങ്കിൽ സൂപ്പോ കഴിച്ചിട്ട് ഒതുക്കുക. ഇങ്ങനെയൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന രീതികൾ കാണാറുണ്ട്. അങ്ങനെ ചെയ്താൽ ഒരു കാരണവശാലും ഈ വ്യക്തികൾക്ക് യാതൊരു രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവില്ല. അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. ഇപ്പം നമുക്ക് T4 എന്ന് പറയുന്നത് ഹോർമോൺ ആണല്ലോ. നമ്മളിപ്പം സാധാരണ രീതിയിൽ മെഡിസിൻ എടുക്കുന്നതും അത് തന്നെയാണ്. കാരണം T4ൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു, അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന T4 എന്നുള്ളത് T3 ആയിട്ട് കൺവേർട്ട് ആകണമെന്നുണ്ടെങ്കിൽ അവിടെ പല രീതിയിലുള്ള ആക്ഷൻസ് നടക്കണം, മെക്കാനിസം നടക്കണം. അതിനകത്ത് ഡീഅയോഡിനേസ് എന്ന് പറയുന്ന D1 എന്ന് പറയുന്ന ഒരു എൻസൈമാണ് ഇതിനകത്ത് ആക്ട് ആവുന്നത്. ഈ ഫ്രീ T4 എന്ന് പറയുന്ന ഹോർമോന് ഫ്രീ T3 ആയിട്ട്, T4 എന്ന് പറഞ്ഞ ഹോർമോൺ ഫ്രീ T3 ആയിട്ട് കൺവേർട്ട് ആയെങ്കിൽ മാത്രമാണ് ഇത് സെൽസിനുള്ളിലേക്ക് കയറിയിട്ട് എനർജി ആയിട്ട് റിലീസാകും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് ഇൻക്രീസ് ആകുന്നത്. അങ്ങനെയാണ് നമ്മുടെ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഇത് വരുന്നത്, ഓൾറെഡി സ്റ്റോർ ആയിരിക്കുന്ന ഫാറ്റിനെ കൺവേർട്ട് ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെ പല രീതിയിലുള്ള മെക്കാനിസം സ്പീഡപ്പ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു D1 എന്ന് പറയുന്നൊരു എൻസൈമാണ്. അപ്പോൾ ഈ ഒരു എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക ആക്റ്റീവ് ആകുന്നത് ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ആക്ഷൻ കിട്ടത്തുള്ളൂ. പക്ഷേ പലപ്പോഴും നമുക്ക് ഈ ലോ കാലറി ഫുഡ്, കാലറിയുടെ അളവ് കുറയുമ്പോൾ ബോഡിക്ക് തന്നെ ഇതൊരു പ്രിവെൻറ്റീവായിട്ട് ചിന്തിക്കും. അതായത് ഇതിനെ കൂടുതൽ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ ബോഡിയുടെ എനർജി എല്ലാം യൂട്ടിലൈസ് ചെയ്ത് പോകും. അതുകൊണ്ട് അതിനെ കവർ ചെയ്യാനായിട്ട്, അതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. പ്രൊഡക്ഷൻ കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഫ്രീ T3 ആയിട്ടുള്ള ആക്റ്റീവ് ഫോമായിട്ട് കൺവേർട്ട് ആകുന്നതിൻ്റെ അളവ് കുറയും. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എനർജിയുടെ പ്രൊഡക്ഷൻ കുറയും, നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റും കുറയും. അപ്പോൾ അങ്ങനെയുള്ള ബേസൽ മെറ്റബോളിക് റേറ്റ് കുറയുമ്പോഴാണ് നമുക്ക് പിന്നെയും വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വെയിറ്റ് കുറയാതിരിക്കുന്നതിന് കാര്യം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നോർമലായിട്ടുള്ള കാലറി, അതായത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രോട്ടീൻ റിച്ചും ഫാറ്റ് റിച്ചും ആയിട്ടുള്ള ഫുഡുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം. അപ്പോൾ അത് കാലറി വേണം, പക്ഷേ നമുക്ക് കൂടുതൽ ഈ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കൂടുതൽ സപ്ലൈ ആകേണ്ട ആവശ്യമില്ല. എല്ലാം ചെറിയ ചെറിയ അളവുകളിൽ മതിയാവും. പക്ഷേ പ്രോട്ടീനും ഫാറ്റും ആയിരിക്കും ഓൾമോസ്റ്റ് 60% ഈ പറയുന്ന കോമ്പിനേഷൻ ആയിരിക്കണം അവർ നിർബന്ധമായിട്ട് കഴിക്കേണ്ടത്. എന്നിട്ടാണ് അത് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് ആദ്യത്തെ മിസ്റ്റേക്കായിട്ട് പറയുന്നത്. രണ്ടാമത്തത്,
രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ അയഡിൻ സപ്ലിമെൻറ്റ്. നമുക്കെപ്പോൾ എല്ലാവർക്കും അറിയാം ഈ അയഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് തൈറോയിഡിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ പല സമയങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ പല സാഹചര്യങ്ങളിലും ഈ അയഡിൻ, ഇപ്പോൾ നമ്മുടെ എൻ്റെ റിസർച്ച് ഏരിയ തന്നെ ഈ തൈറോയിഡൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിൽ എപ്പോഴും വളരെ കോമൺ ആയിട്ട് ഭൂരിഭാഗം ആൾക്കാരും ചോദിക്കുന്നത് അയഡിൻ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ ഡോക്ടറെ എന്ന് ചോദിക്കുമ്പോൾ, പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്ന ഒരു ഏരിയ തൈറോയിഡൈറ്റിസ് ആയതുകൊണ്ട് ഈ തൈറോയിഡൈറ്റിസിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ആൻറ്റി-TPO ആണ് ഹൈ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻഫ്ലമേഷൻ കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ ഇൻഫ്ലമേഷൻ കൂടുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഈ TPO എന്ന് പറയുന്ന ഹോർമോണാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന അയഡൈഡ് ഉള്ളതിനെ അയഡിനാക്കി കൺവേർട്ട് ആക്കുന്നത്. പക്ഷേ ഈ നമ്മുടെ TPO പോലെ തന്നെയാണ് ഈ അയൺ എന്ന് പറയുന്ന കാരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വിറ്റമിൻ ഡിയും അയനും സെലേനിയവും സിങ്കും ഒക്കെയാണ് ഈ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങളെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അയഡിൻ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ TPOയുടെ അളവ്, ആൻറ്റി-TPOയുടെ അളവ് കൂടും, TPOയുടെ അളവ് കുറയും. അപ്പം ഭൂരിഭാഗം ആളുകളിലും ആർക്കെങ്കിലും ഈ പറഞ്ഞ ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആളുകളിൽ തൈറോയിഡൈറ്റിസ്, അതായത് ആൻറ്റി-TPOയുടെ അളവ് കൂടുന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഈ അയഡിൻ സപ്ലിമെൻറ്റ് എടുക്കാൻ പാടില്ല. അപ്പം നമ്മൾ വീണ്ടും അത് എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ബുദ്ധിമുട്ടുകൾ കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ തൈറോയിഡൈറ്റിസിൻ്റെ മെയിനായിട്ടുള്ള ഒരു റീസൺ ആയിട്ട് വരുന്നത്. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് നിർബന്ധമായിട്ടും അയഡിൻ സപ്ലൈ അന്നേരം ചെയ്യാൻ പാടില്ല. അതേപോലെ അയൺ കണ്ടൻറ്റ് നമുക്ക് കൂടുതലായിട്ട് സപ്ലൈ ചെയ്യണം, വിറ്റമിൻ ഡിയും സപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അയഡിൻ സപ്ലിമെൻറ്റ് ആൻറ്റി-TPO കൂടുതലുള്ള ആളുകളിൽ ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. കാരണം ഭൂരിഭാഗം ഹോർമോൺ കൺവേർഷൻസിന് ആവശ്യമുള്ളത് വിറ്റമിൻ ഡി ആണ്. നമ്മുടെ മുടി കൊഴിച്ചിലായാലും അതേപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായാലും അതേപോലെ ഈ കാല് കടച്ചിൽ, കട്ടുകഴുപ്പെന്നൊക്കെ പറയുന്നില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ, ജോയിൻസിൻ്റെ തേയ്മാനം ഉണ്ടാകാതിരിക്കാൻ, ഇതിനെല്ലാം തൈറോയ്ഡ് ഹോർമോണുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് പൊതുവേ നമുക്കറിയാം 30 to 100 ആയിരിക്കും ഒരു നോർമൽ റേഞ്ച് ആയിട്ട് പറയുന്നത്. പക്ഷേ ഈ ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷനുള്ള ആളുകൾ നിർബന്ധമായിട്ട് ഒരു 60 above മെയിൻറ്റെയിൻ ആയേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു നോർമൽ റേഞ്ചിലുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇത് ഫുള്ളായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ അളവിൽ നിന്നിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് കുറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് TSH ലെവൽ നോർമൽ ആയാലും നമുക്ക് സിംറ്റംസ് മാറത്തില്ല. അതേപോലെ തന്നെ നമുക്കറിയാം പല ആളുകളും ചിലപ്പോൾ തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്നവർ രാവിലെ എഴുന്നേറ്റ ഉടനെ പല്ല് പോലും തേക്കാതെ കണ്ണടച്ച് രാവിലെ തന്നെ ഈ ഒരു തൈറോയിഡ് ഗുളിക കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെയാണ് പോകേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ലേറ്റ് ആകുന്നു. ഇനി അത് കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറിനുള്ളിൽ അതിൻ്റെ ചായ എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാണ്. കാപ്പിയാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത്. കെഫിൻ കണ്ടൻറ്റ് കൂടുതലുള്ള അടങ്ങിയിട്ടുള്ളത് കോഫിയിലാണ്. അപ്പോൾ ഈ കെഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കൂട്ടും. അതായത് നമുക്ക് മോഷൻ പോകാനുള്ള ടെൻഡൻസി. അപ്പോൾ ഈ ഗുളിക കഴിച്ച് കുറച്ച് നേരം കൊണ്ട് നമുക്ക് മോഷനോടെ പോകുമ്പോഴത്തേനും നമ്മുടെ ബോഡിയിൽ അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കെഫിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കുന്ന ആൾക്കാർ കോഫി കുടിക്കുന്നത് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് നമുക്കൊരു ആക്ഷൻ കിട്ടത്തില്ല. അതേപോലെ തന്നെ ഈ കോഫി എന്ന് പറയുന്നത് ഈ കോർട്ടിസോൾ ലെവലിനെ കൂട്ടുന്നതാണ്. അപ്പോൾ ഈ കോർട്ടിസോൾ ലെവൽ കൂടുന്നതനുസരിച്ച്, അതായത് നമ്മുടെ ഒരു സ്ട്രെസ് ഹോർമോണാണ്, ഇത് കൂടുന്നതനുസരിച്ച് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതും നേരത്തെ പറഞ്ഞ പോലെ T4 എന്ന് പറഞ്ഞ ഹോർമോനെ ഫ്രീ T3 ആയിട്ട് ആക്റ്റീവായിട്ട് കൺവേർട്ട് ആകാനായിട്ട് വരുന്നതിനെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന 3-4 കാരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം തൈറോയ്ഡ് പ്രശ്നമുള്ള ആൾക്കാർ കോഫിയുടെ യൂസ് വളരെ കുറയ്ക്കേണ്ടതാണ്. പിന്നെ ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൈറോയിഡിന് ഈ പ്രോപ്പറായിട്ടുള്ള റിസർച്ച് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എന്നാലും പൊതുവേ നമ്മൾ പറയാറില്ലേ ഈ പറയുന്ന ക്യാബേജ് പാടില്ല, കോളിഫ്ലവർ പാടില്ല, അതേപോലെ തന്നെ ബ്രോക്കലി പാടില്ല എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. എന്നാലും പിന്നെ ചിലർക്ക് മുഴയുടെ പ്രശ്നമുള്ളവർക്ക് കപ്പ, സോയ പ്രോഡക്ട്സുകൾ ഇതൊക്കെ ഒന്നും പാടില്ല എന്നുള്ള രീതിയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ യൂസ് ഒന്ന് കുറച്ചാൽ മതി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഫുള്ളായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും സാലഡ്സ് ആയിട്ട് പച്ചക്കായിട്ട് എടുക്കാതെ നമ്മൾ കറി വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തൈറോയ്ഡ് പ്രശ്നമുള്ളവർ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്സ് ആയതുകൊണ്ട് നമ്മൾ ഈ വരുന്ന ആൾക്കാരിൽ സ്ഥിരമായിട്ട് ഇത് പറയുകയാണ്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നത് കൊണ്ട് ഇനി അതൊരു പ്രോപ്പറായിട്ട് എല്ലാവർക്കും അത് ഉപയോഗപ്പെടാനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. ഈ വീഡിയോ തൈറോയ്ഡ് പ്രശ്നമുള്ള ആളുകൾ നിർബന്ധമായിട്ട് നോക്കിയിട്ട് ഈ ഒരു രീതി അനുസരിച്ച് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.